ഓ വരുന്നുണ്ട്. കൈലാഷ് വരുന്നുണ്ട്. നമ്മൾ ഇവിടെ കണ്ട പ്രശ്നം. വർക്ക് എങ്ങനെ പോകുന്നു പ്രിയൻ? നന്നായിട്ട് പോകുന്നുണ്ട് സർ. നമ്മൾ പ്ലാൻ ചെയ്ത സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട്. സാറ് വന്നത് മത്സരത്തിന്റെ വിശേഷം അറിയാനായിരിക്കും പ്രിയ. അതുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കേ. എന്താ പ്രിയൻ, എനി ഇഷ്യൂസ്? ഇല്ല സർ. ആരാണ് ലീഡിങ്? നിഷ ചേച്ചിയെ. നിഷ, വെരി ഗുഡ്. താങ്ക് യു സർ. ലാസ്റ്റ് ആരാന്ന് കൂടി പറയൂ പ്രിയ. ഇങ്ങനെ പബ്ലിക്കായിട്ട് ലാസ്റ്റ് ആരാണെന്ന് പറഞ്ഞാൽ അയാൾ മാനസികമായിട്ട് തകരില്ലേ? പിന്നെ അയാൾക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? അത് തന്നെയാണ് സർ ഇയാളുടെ ഉദ്ദേശവും. എന്താ കരുണാകരൻ? അയ്യോ അതല്ല സാർ, അവസാനത്തെ സ്ഥാനത്ത് ആരാന്നറിഞ്ഞ സാറ് ചിലപ്പോ ഈ മത്സരം റദ്ദാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറഞ്ഞു. ആരാണ് പ്രിയൻ? അവസാനത്തെ സ്ഥാനത്ത് പാറുവാണ് സർ. അല്ല, ഇനി ഈ മത്സരം തുടരണോ സാറേ? കരുണാകരൻ, ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്. സാറേ, കഴിവില്ലാത്തവരെ ജോലി ഏൽപ്പിച്ചിട്ട് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം സാറേ? അല്ല, സാറിന് അതൊരു ആശ്വാസമാവെങ്കിൽ ആയിക്കോട്ടെ. വെറുതെ മനുഷ്യന്റെ സമയങ്ങളെ. എല്ലാരും വേഗം പോയി കഴിച്ചിട്ട് വന്നോളൂ. ഇത്രയും വേദന എടുത്തിട്ടും നീ ഇത്രയും ഷർട്ടുകൾ തച്ചിട്ടുണ്ടെങ്കിൽ നീ വളരെ നല്ല ടൈലറാണ് പാർവതി. നിന്റെ ആരോഗ്യം മോശമായതുകൊണ്ട് മാത്രമാണ് നീ മത്സരത്തിൽ പുറകിലായത്. നിനക്ക് തുടരുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ മത്സരത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. ഞാൻ നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാം. നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക. വേണ്ട സർ, തോറ്റാലും സാരമില്ല, വെറുതെ തോൽക്കണം. വെരി ഗുഡ്. നീ വിജയിക്കും, എനിക്കുറപ്പാ. ഞങ്ങൾ എല്ലാവരും നിനക്കൊപ്പമുണ്ട്. ജയന്തി, പാർവതിയെ കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോകും. പ്രിയൻ, ഈ മത്സരത്തില് എങ്ങനെയും പാർവതി ജയിപ്പിക്കണം. ഞാൻ ഈ മത്സരം നടത്തിയതന്നെ പാർവതി സഹായിക്കാൻ വേണ്ടിയിട്ടാ. സാർ എന്താ ഈ പറയുന്നത്? കുറച്ച് ദിവസം മുമ്പ് ഞാൻ ജനഗണങ്ങളെ വിളിച്ചിരുന്നു. പാർവതിയെ ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. ഹലോ. ആ അങ്കിൾ, ഞാൻ കൈലാഷാണ്. ആ സുഖമാണോ മോനെ? സുഖാണ് അങ്കിൾ. പക്ഷേ അങ്കിളിനോട് ഞാൻ കുറച്ച് ദേഷ്യത്തില്ല. അയ്യോ മോനെ, ഞാൻ എന്താ ചെയ്തേ? ഇവിടെ വരെ വന്ന് അമ്പലത്തിൽ തൊഴുതു പോയത് ഞാൻ അറിഞ്ഞു. എന്നിട്ട് എന്നെ അറിയിച്ചില്ലല്ലോ. ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വരാതെ പോയാൽ നിങ്ങൾക്ക് വിഷമം തോന്നില്ലേ? മോന്റെ ദേഷ്യത്തിന് ന്യായമുണ്ട്. പക്ഷെ അപ്പോഴത്തെ സാഹചര്യം അതായിരുന്നു. മോന് വിഷമം തോന്നരുത്. ഞാൻ വെറുതെ പറഞ്ഞത് അങ്കിൾ. അങ്കിളിനെ നേരിട്ട് കാണുമ്പോ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനിരിക്കായിരുന്നു. ആണോ? അന്ന് ഹോസ്റ്റലിലെ പ്രശ്നമൊക്കെ അടഞ്ഞതിന് ശേഷം മനസ്സ് മര്യാദയ്ക്ക് ഓടുന്നില്ലായിരുന്നു. അല്ലെങ്കിൽ ഉറപ്പായും ഞാൻ വന്ന് മോനെ കണ്ടേനി. അത് സാരമില്ല അങ്കിൾ. പിന്നെ അമ്പലത്തിലെ പരിഹാരങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തില്ലേ? പിന്നെ ദേവിയുടെ കൃപ കൊണ്ട് ലക്ഷ്മിക്ക് നല്ലൊരു ബന്ധു ഒത്തു വന്നിട്ടുണ്ട്. ചെറുക്കൻ KSRTC കണ്ടക്ടറാ. ഞങ്ങളെക്കാൾ നല്ല കുടുംബമാണ്. എന്നിട്ട് അങ്കിളുടെ ശബ്ദത്തിന് എന്താ ഒരു സന്തോഷമില്ലാത്ത? സന്തോഷമൊക്കെ ഉണ്ട് മോനെ. പക്ഷെ ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞാ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് കുറച്ച് പേടിയും കൂടെ ഉണ്ടാവും. പെട്ടെന്ന് സ്വർണം വാങ്ങണം, ഡ്രസ് എടുക്കണം, വേറെയും കല്യാണ ചെലവില്ലേ, അതിന്റെ ഒരു ആധിയുണ്ട്. പാറുവ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞത്. കല്യാണക്കുറി അടിച്ചാ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും കുടുംബത്തോടെ തരണം. ഞാൻ വരാതെ ലക്ഷ്മിയുടെ കല്യാണം നടക്കുമെങ്കിൽ ഞങ്ങൾ എല്ലാവരും വന്ന് കല്യാണം നടത്തിത്തരും. അങ്കിൾ ടെൻഷൻ അടിക്കണ്ട. ശരി മോനെ. ആ ശരി അങ്കിൾ. അല്ല മോനെ, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താ? അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം അങ്കിൾ. ഇപ്പോ അതിനെ പറ്റി സാഹചര്യമല്ല. എന്ത് പറ്റി മോനെ? ജോലി തിരക്കുണ്ടോ? അതല്ലെങ്കിൽ ഇത് ഫോണിൽ സംസാരിക്കേണ്ട വിഷയമല്ല.
ലക്ഷ്മിയുടെ കല്യാണത്തിന് ശേഷം ഞാൻ അങ്കിളിനോട് പറയാം. ശരി മോനെ. ബൈ അങ്കിൾ. പാർവതിയെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത്രയും കാശ് ഉണ്ടാക്കാൻ പറ്റില്ല. അവളെ എങ്ങനെയെങ്കിലും സഹായിക്കണം. നേരത്തെ കൊടുത്ത 10 ലക്ഷത്തിന് തന്നെ ഡാഡി പ്രശ്നം ഉണ്ടാക്കിയതാ. അതുകൊണ്ട് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? ലക്ഷ്മിയുടെ കല്യാണത്തിന് ഏകദേശം 7 ലക്ഷം രൂപ വേണ്ടിവരുമെന്ന് ജനകൻ അങ്കിൾ എന്നോട് പറഞ്ഞു. പാർവതി മത്സരത്തിൽ ജയിച്ച ആ വഴി ആ കാശ് അവളുടെ വീട്ടുകാർക്ക് കിട്ടുമെന്ന് ഞാൻ കണക്കുകൂട്ടി. മത്സരത്തിൽ അവൾ തോറ്റ എനിക്ക് നേരിട്ട് അവളുടെ കുടുംബത്തിന് കാശ് കൊടുത്ത് സഹായിക്കേണ്ടി വരും. അങ്ങനെ അവരെ സഹായിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവർക്ക് എന്നോടൊരു കടപ്പാട് തോന്നുന്നത് ശരിയല്ലല്ലോ. ഭാവിയില് പാർവതിയുമായിട്ടുള്ള കല്യാണക്കാര്യം സംസാരിക്കുമ്പോൾ ഇതൊന്നും അവരുടെ തീരുമാനത്തെ ബാധിക്കരുത്. സാറ് പാറുവിന്റെ അച്ഛനോട് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ? ആ, ഇല്ല. അദ്ദേഹം ലക്ഷ്മിയുടെ കാര്യത്തിൽ ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇക്കാര്യം പറയുന്നത്? അതേതായാലും നന്നായി സാർ. പാറുവിന്റെ കാര്യം സംസാരിക്കാൻ പറ്റിയ അവസരം ഇതല്ല. പ്രിയൻ പാർവതി നന്നായി പ്രോത്സാഹിപ്പിക്കണം. അവള് ശാരീരികമായി വളരെ വീക്കാണ്. പക്ഷേ മാനസികമായി ശക്തയായാൽ അവളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അത് ഞാൻ നോക്കിക്കോളാം സാർ. പാർവതി കരയുന്ന കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല പ്രിയൻ. ഒരുപാട് വേദന സഹിച്ചിട്ടാ അവള് മത്സരിക്കുന്നത്. അതിന്റെ കൂടെ ആ കരുണാകരന്റെ കുത്തുവാക്കുകൾ കൂടി ആവുമ്പോ പിന്നെ പറയണോ? അയാളുടെ സംസാരം കേട്ടപ്പോ അയാളുടെ മുഖം പിടിച്ച് ചുമരിലുരയ്ക്കാൻ തോന്നിയതാ. പക്ഷേ അങ്ങനെ ചെയ്താൽ കമ്പനിയിലുള്ളവർ എന്നെയും പാർവതിയും ചേർത്ത് അനാവശ്യം പറയും. അത് പാർവതിയെ ബാധിക്കും. ഞാൻ കാരണം പാർവതിക്ക് ദോഷമൊന്നും സംഭവിക്കരുത്. അതുകൊണ്ടാ ഞാൻ സ്വയം നിയന്ത്രിച്ച. പാർവതിയെ പോലെ കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ഇക്കാലത്ത് കാണാൻ കിട്ടുമോ? അവളെ പരിചയപ്പെട്ടത് എന്റെ ഭാഗ്യമാ. പാർവതിയുടെ കഷ്ടപ്പാട് വെറുതെ ആവരുത് പ്രിയൻ. ഇന്നത്തെ മത്സരത്തിന് ശേഷം അവളുടെ ചിരിക്കുന്ന മുഖം എനിക്ക് കാണണം.